സ്വർണ്ണവില കുതിച്ചുയർന്നത് വ്യാപാരികളെയും പ്രതിസന്ധിയിലാക്കുന്നു. പവൻ വില 1,14,000 കടന്നു മുന്നേറുകയാണ്. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന വിലയിലാണ് സ്വർണം. ഇനിയും വില കൂടുമെന്നാണ് വിപണിയിൽ നിന്നുള്ള വിവരം. അതുകൊണ്ട് തന്നെ വ്യാപാര മേഖല കൂടുതൽ പ്രതിസന്ധി നേരിട്ടേക്കാം. സ്വർണ്ണവില കുതിച്ചുയരുന്നത് ഉപഭോക്താക്കളെ മാത്രമല്ല വ്യാപാരികളെയും പ്രതിസന്ധിയിലാക്കുകയാണ്. പ്രത്യേകിച്ചും ഇടത്തരം ചെറുകിട വ്യാപാരികളെ. പവൻ വില 1,4 ലക്ഷത്തിന് അടുത്തേക്ക് മുന്നേറുകയാണ്. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന വിലയിലാണ് സ്വർണം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇനിയും വില കൂടുമെന്ന് തന്നെയാണ് വിപണിയിൽ നിന്നുള്ള വിവരം. അതുകൊണ്ട് തന്നെ വ്യാപാര മേഖല കൂടുതൽ പ്രതിസന്ധി നേരിട്ടേക്കാം. സ്വർണ്ണവിലയിലെ വൻ വർധനവ്, ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ചത്, ഹോൾമാർക്കിംഗ് സംബന്ധമായ അധിക ബാധ്യതകൾ, GST വകുപ്പിന്റെ നിരന്തര പരിശോധനകൾ, വ്യാജ HUID തട്ടിപ്പുകൾ, അനധികൃത സ്വർണ്ണ വ്യാപാരം എന്നിവ വ്യാപാര മേഖലയെ വലിയ പ്രതിസന്ധിയിലാഴ്ത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ പോലീസിന്റെ അന്യായ റിക്കവറി നടപടികളും കടുത്ത ആശങ്കയിലാഴ്ത്തുന്നുവെന്നാണ് വ്യാപാരികൾ പറയുന്നത്. നിയമപരമായി പ്രവർത്തിക്കുന്ന സ്വർണ്ണ വ്യാപാരികളെ പോലും സംശയത്തിന്റെ നിഴലിൽ കാണുകയും മതിയായ തെളിവുകളില്ലാത്ത സ്വർണ്ണാഭരണങ്ങൾ പിടിച്ചെടുക്കുകയോ റിക്കവറിക്ക് നിർബന്ധിതരാക്കുകയോ ചെയ്യുന്ന സംഭവങ്ങൾ കൂടി വരികയാണ്. അതേസമയം വൻകിട വ്യാപാര സ്ഥാപനങ്ങൾ വിപണിയിൽ കൂടുതൽ പിടിമുറുക്കുകയും ചെറുകിട സ്ഥാപനങ്ങളുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യവുമുണ്ട്. തലമുറകളായി കുടുംബാടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ആയിരക്കണക്കിന് ചെറുകിട സ്വർണ്ണ വ്യാപാര സ്ഥാപനങ്ങൾ ഇന്ന് നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിലാണ്. രാജ്യത്തിന് വൻതോതിൽ നികുതി വരുമാനം നൽകുകയും ലക്ഷക്കണക്കിന് ആളുകൾക്ക് നേരിട്ടോ പരോക്ഷമായും തൊഴിലുറപ്പാക്കുകയും ചെയ്യുന്ന ഈ മേഖലയെ സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാരുകൾക്കുണ്ടെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ചെറുകിട ഇടത്തരം വ്യാപാരികൾക്ക് പ്രത്യേക സാമ്പത്തിക സഹായ പദ്ധതികളോ ലളിതമായ നിയമ നടപടികളോ അനധികൃതമായ സ്വർണ്ണ വ്യാപാരത്തിനെതിരായ ശക്തമായ നടപടിയോ പോലീസിന്റെ അന്യായ റിക്കവറികൾ അവസാനിപ്പിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളോ ഹോൾമാർക്കിംഗ് സംവിധാനത്തിലെ പ്രായോഗിക പരിഷ്കാരങ്ങൾ എന്നിവയൊക്കെ അടിയന്തരമായി നടപ്പിലാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. സ്വർണ്ണ വ്യാപാര മേഖലയുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ചെറുകിട വ്യാപാരികളുടെ നിലനിൽപ്പ് ഏറ്റവും അനിവാര്യമാണ്. ഈ മേഖലയെ തകർക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ച് ചെറുകിട ഇടത്തരം വ്യാപാരികളെ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാരുകൾ അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷൻ അടക്കം ആവശ്യപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.